ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അക്കൗണ്ടിങ് ഇക്വേഷനാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു. അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അതുപോലെ ലാബിലിറ്റീസ് ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. അതുപോലെ ക്യാപിറ്റലാണ് കാണുന്നതെങ്കിൽ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലാബിലിറ്റീസ്. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട അസറ്റ്സും ലാബിലിറ്റീസും നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ബിൽസ് റിസീവബിൾസ്, സൺഡി ഡെബ്റ്റേഴ്സ് തുടങ്ങിയവയൊക്കെയാണ് പ്രധാനപ്പെട്ട അസറ്റ്സ്. അപ്പോൾ ഈ അസറ്റ്സൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ പ്രധാനപ്പെട്ട ലാബിലിറ്റീസാണ് ബിൽസ് പേയബിൾ, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഷോർട്ട് ടേം ലോൺസ്, ലോങ് ടേം ലോൺസ് എക്സെട്ര. ഇതും അറിഞ്ഞിട്ടുണ്ടാവണം. അക്കൗണ്ടിങ് ഇക്വേഷൻ തയ്യാറാക്കുമ്പോൾ അസറ്റ്സും ലാബിലിറ്റീസും മാത്രം അറിഞ്ഞാൽ പോരാ, എക്സ്പെൻസസും ഇൻകവും കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട എക്സ്പെൻസസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരേജ്, വേജസ്, ഒക്ട്രോയി, ഫാക്ടറി എക്സ്പെൻസ്, സാലറീസ്, ഇൻട്രസ്റ്റ്, ഇൻഷുറൻസ്, റിപ്പയേഴ്സ്, അഡ്വർടൈസിങ് എക്സെട്ര. അതുപോലെ പ്രധാനപ്പെട്ട ഇൻകമാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ് തുടങ്ങിയവ. ഒരിക്കൽ കൂടി നമുക്ക് ഇക്വേഷൻ നോക്കാം. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഈ ഒരു ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അസറ്റ്സ് ആ ഫേമിലെ ലാബിലിറ്റീസും ടോട്ടൽ ലാബിലിറ്റീസും ടോട്ടൽ ക്യാപിറ്റലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് അസറ്റ് എ ഇസ് ഈക്വൽ ടു ലാബിലിറ്റീസ് എൽ പ്ലസ് ക്യാപിറ്റൽ സി. അപ്പോൾ എ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് സി. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ, അസറ്റ് 10 അപ്പോൾ ടോട്ടൽ ലാബിലിറ്റീസ് 8ഉം ക്യാപിറ്റൽ 2ഉമാണ്. അപ്പോൾ 8 + 2 = 10 അസറ്റിന് ഈക്വലായി വന്നു. അപ്പോൾ ആ ഇക്വേഷനിൽ നിന്ന് ഫോം ചെയ്ത വേറെ 3 ഇക്വേഷനാണ് അസറ്റ്സ് മൈനസ് ലാബിലിറ്റീസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ, അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ്. ഇനി അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ മൈനസ് ലാബിലിറ്റീസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ആ നമ്പർ നിങ്ങൾ ഈ ഇക്വേഷൻ വെച്ച് ഫോം ചെയ്താൽ ഒരേ ആൻസർ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു അക്കൗണ്ടിങ് ഇക്വേഷന്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ദി അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ഇൻ ഓൾ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഓഫ് രാജൻ. ഫസ്റ്റ് വൺ, കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000. സെക്കൻഡ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹25,000. തേർഡ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ₹15,000. ഫോർത്ത്, ബോട്ട് ഫർണിച്ചർ ₹25,000. ഫിഫ്ത്ത്, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ₹4,000. സിക്സ്ത്, പെയ്ഡ് റെൻറ്റ് ₹1,400. സെവൻത്ത്, റിസീവ്ഡ് കമ്മീഷൻ ₹25,000. എയ്ത്ത്, ഫർദർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ₹25,000. നയൻത്ത്, സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹7,000 ഓൺ ക്രെഡിറ്റ് ഫോർ ₹25,000. ടെൻത്ത്, ബാങ്ക് ലോൺ റിസീവ്ഡ് ₹25,000. ലാസ്റ്റ്, വിഡ്രൂ ഫോർ പേഴ്സണൽ യൂസ് ₹25,000. ഇതാണ് ഒരു ക്വസ്റ്റ്യന്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ എന്തൊക്കെയാണ് അസറ്റ്സ് ഉള്ളത്, എന്തൊക്കെയാണ് ലാബിലിറ്റീസ് ഉള്ളത്, അതുപോലെ എക്സ്പെൻസസ് ഏത്, ഇൻകം ഏത്, ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെയാണെന്ന് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ട്രാൻസാക്ഷൻ നമ്പർ കൊടുക്കാം. ട്രാൻസാക്ഷൻ എഴുതാൻ വേണ്ടി പറ്റുമെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ നമ്പർ കൊടുക്കാം. അതിനുശേഷം അക്കൗണ്ടിങ് ഇക്വേഷൻ, അതായത് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ആദ്യം അസറ്റ്സ് എഴുതാം. അപ്പോൾ അസറ്റ്സ് എഴുതി സബ് ആയിട്ട് അസറ്റ്സ് വരാനുള്ളത് കൊണ്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം ഈക്വൽ ടു കൊടുക്കാൻ. അപ്പോൾ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ്. അപ്പോൾ ലാബിലിറ്റീസും അതുപോലെ തന്നെ ഓരോ ലാബിലിറ്റീസും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ലാബിലിറ്റീസും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലാബിലിറ്റീസിൻ്റെ താഴെയും കുറച്ച് സ്പേസ് വിടാം. അതിനുശേഷം പ്ലസ് ക്യാപിറ്റൽ കൊടുക്കാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000. അതായത് ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി 50,000 രൂപ ക്യാഷ് കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനൊരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം
ഇതിൽ എന്തൊക്കെയാണ് ഡെബിറ്റ് എന്തൊക്കെയാണ് ക്രെഡിറ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇവിടെ വരുന്നത് ഒരു അസറ്റ് ക്യാഷ് ആയിട്ടാണ് വരുന്നത്. അതായത് ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി 50,000 രൂപ കൊണ്ടുവന്നു. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് ഡെബിറ്റിൽ വന്നു. അതുപോലെ തന്നെ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി അതിൻ്റെ ഓണർ ക്യാഷോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം സ്റ്റോക്കോ എന്തായിക്കോട്ടെ എന്ത് കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിനെ ക്യാപിറ്റൽ എന്നാണ് പറയുക. അപ്പോൾ ക്രെഡിറ്റ് ക്യാപിറ്റലും ഡെബിറ്റ് ക്യാഷും വന്ന്. അപ്പോൾ ഈ 50,000 രൂപ ക്യാഷിലും അതുപോലെ തന്നെ ക്യാപിറ്റലിലും കാണിക്കുക. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റും ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു എലമെൻറ്റാണ് വരാൻ. അപ്പോൾ 50,000 രൂപ ക്യാഷിൻ്റെ കോളത്തിലും കാണിക്കുക, 50,000 രൂപ ക്യാപിറ്റലിൻ്റെ കോളത്തിലും കാണിക്കുക. അപ്പോൾ അസറ്റ്സിൻ്റെ സൈഡിൽ അസറ്റ്സിൻ്റെ താഴെ ക്യാഷ് എന്ന് എഴുതാം, ക്യാപിറ്റലിൻ്റെ താഴെ ഒരിക്കൽ കൂടി ക്യാപിറ്റൽ എന്ന് എഴുതാം. അതിനുശേഷം ക്യാഷിൻ്റെ നേരെ താഴെ 50,000, അതുപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ നേരെ താഴെ 50,000 രൂപയും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ക്യാഷ് 50,000 കൂടി, ക്യാപിറ്റലും അതുപോലെ തന്നെ 50,000 കൂടി. ഇനി ലാബിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് ലാബിലിറ്റീസിൻ്റെ നേരെ താഴെ 0 ചേർക്കുക. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹25,000. 25,000 രൂപ ക്യാഷ് കൊടുത്ത് സാധനം വാങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ രണ്ടും അസറ്റാണ് വരുന്നത്. അതായത് ക്യാഷ് 25,000 രൂപ പോയി, പകരം സ്റ്റോക്ക് വന്നു. അപ്പോൾ രണ്ടും അസറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അസറ്റ് സൈഡിലാണ് രണ്ടും കാണിക്കേണ്ടത്, അതായത് ക്യാഷും സ്റ്റോക്കും. ക്യാഷിൽ 25,000 രൂപ ലെസ് ചെയ്യണം, അതുപോലെ തന്നെ സ്റ്റോക്കിൽ 25,000 രൂപ ആഡ് ചെയ്യണം. അതായത് നമ്മുടെ 25,000 റുപ്പീസ് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. സാധനം വാങ്ങുമ്പോൾ 25,000 രൂപ പോകുന്നത് കൊണ്ട് ക്യാഷിൽ 25,000 രൂപ കുറച്ച് കാണിക്കുക. അതുപോലെ തന്നെ അതിന് പകരമായിട്ട് 25,000 രൂപേൻ്റെ ഗുഡ്സ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഗുഡ്സ് വരുന്നത് കൊണ്ട് അത് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ സ്റ്റോക്കിൽ എന്ത് ചെയ്യുക? 25,000 രൂപ ആഡ് ചെയ്യുക. ഇനി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. കാരണം ലാബിലിറ്റി സൈഡിൽ ഒന്നും വരുന്നില്ല, അതുകൊണ്ട് 0 കാണിക്കുക. അപ്പോൾ രണ്ട് സൈഡും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. അതായത് ക്യാഷ് 25,000 രൂപ കുറഞ്ഞ് പകരം സ്റ്റോക്ക് 25,000 രൂപ കൂടി. അപ്പോൾ രണ്ടും കൂടി നോക്കുമ്പോൾ 0 ആണ് വരുന്നത്. ഒരു മൈനസും ഒരു പ്ലസും വരുമ്പോൾ 0 ആണ് വരിക. അതുകൊണ്ട് രണ്ട് സൈഡും 0 ആണ് വരുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ 2 ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യണം. പിന്നീട് ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും ബാലൻസ് ചെയ്യുക. അപ്പോൾ ക്യാഷ് ഇപ്പോൾ 50,000 രൂപയാണുള്ളത്. ആ 50,000 നിന്ന് 25,000 രൂപ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് 25,000 ആണ്. അതുപോലെ സ്റ്റോക്കിൻ്റെ കോളത്തിൽ 25,000 രൂപയുണ്ട്, അത് താഴേക്ക് എഴുതാം, നോക്കി എഴുതാം 25,000 രൂപ. ഇപ്പോൾ ലാബിലിറ്റി സൈഡ് 0, അതുപോലെ തന്നെ ക്യാപിറ്റൽ 50,000 പ്ലസ് 0 50,000. ഇപ്പോൾ രണ്ട് സൈഡും നോക്കുക, 25 പ്ലസ് 25 50,000. ഇപ്പോൾ രണ്ട് സൈഡും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഒരേപോലെ വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ₹15,000. അതായത് 15,000 രൂപേൻ്റെ സാധനം കടമായിട്ട് വാങ്ങുന്നു. 15,000 രൂപേൻ്റെ സാധനം കടമായിട്ടാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അത് ക്യാഷിനെ ബാധിക്കുന്നില്ല. കടമായിട്ട് വാങ്ങുന്നതുകൊണ്ട് ക്യാഷിനെ ബാധിക്കുന്നില്ല. പിന്നെ സാധനം വരുന്നത് കൊണ്ട് അത് സ്റ്റോക്കിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 15,000 രൂപ സ്റ്റോക്കിൽ കാണിക്കണം. അതുപോലെ തന്നെ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബാധ്യതയാണ്, ലാബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ലാബിലിറ്റി സൈഡിൽ പുതിയൊരു ഐറ്റം വരുന്നു, അതാണ് ക്രെഡിറ്റേഴ്സ്. ഇനി ആ 15,000 സ്റ്റോക്കിലും കാണിക്കുക, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിലും കാണിക്കുക. അപ്പോൾ ക്യാഷിലില്ല, ക്യാഷ് 0, സ്റ്റോക്ക് 15,000, ക്രെഡിറ്റേഴ്സ് 15,000, ക്യാപിറ്റൽ 0. ഇപ്പോൾ രണ്ട് സൈഡും ഈക്വലായി. അതായത് ഡെബിറ്റ് സൈഡിൽ 15,000, ക്രെഡിറ്റ് സൈഡിൽ 15,000. ഇനി നമുക്ക് ബാലൻസ് ചെയ്തിട്ട് ഒന്നും കൂടി നോക്കാം. അപ്പോൾ 25,000 പ്ലസ് 0 25,000, 25,000 പ്ലസ് 15,000 40,000 ഈക്വൽ ടു 0 പ്ലസ് 15,000 15,000 പ്ലസ് 50,000 പ്ലസ് 0
50,000. അപ്പോൾ രണ്ട് സൈഡിലും 65,000 ആണ് വരുന്നത്. രണ്ട് സൈഡും ഈക്വലായിട്ടാണ് വരുന്നത്. അപ്പോൾ 40,000 25,000 പ്ലസ് ചെയ്താൽ 65,000, 50,000 അതുപോലെ തന്നെ 15,000 പ്ലസ് ചെയ്താൽ 65,000. അപ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ബോട്ട് ഫർണിച്ചർ ₹4,000. 4,000 രൂപക്ക് ഫർണിച്ചർ വാങ്ങി. അപ്പോൾ ഫർണിച്ചർ വാങ്ങുമ്പോൾ ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു അസറ്റ് വരുന്നു, ക്യാഷ് കുറയുന്നു. അപ്പോൾ ഫർണിച്ചറിന് ഒരു കോളം പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്യാഷിൽ നിന്ന് 4,000 മൈനസ് ചെയ്യുക. പിന്നെ ഫർണിച്ചർ സ്റ്റോക്ക് അല്ലാത്തത് കൊണ്ട് സ്റ്റോക്കിൽ 0 ഇതാ. അപ്പോൾ ഫർണിച്ചർ എന്ന് പറഞ്ഞ കോളം നേരത്തെ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫർണിച്ചറിൻ്റെ നേരെ 4,000 ഇതാണ്. അതുപോലെ ലാബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സിനെയും ക്യാപിറ്റലിനെയും ഒന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സ് 0, ക്യാപിറ്റൽ 0. അപ്പോൾ രണ്ട് സൈഡും ബാലൻസ് ചെയ്ത് നോക്കുക. 25,000 4,000 മൈനസ് ചെയ്താൽ 21,000. 40,000 പ്ലസ് 0 40,000. 0 പ്ലസ് 4,000 4,000 ഈക്വൽ ടു 15,000 പ്ലസ് 50,000. അപ്പോൾ രണ്ട് സൈഡും ഈക്വലായി വന്നു. രണ്ട് സൈഡും 65,000 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷന് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ₹6,000. അതായത് നേരത്തെ ഒരു 15,000 രൂപ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ 15,000-ൽ നിന്ന് ഒരു 6,000 രൂപ കൊടുക്കുന്നു. അപ്പോൾ 6,000 രൂപ കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ക്യാഷ് കുറയുന്നു, 6,000 ക്യാഷ് കുറയുന്നു. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സും കുറയുന്നു. അപ്പോൾ 15,000 എന്നുള്ള കടം കുറഞ്ഞ് 6,000 കൊടുക്കുമ്പോൾ 15,000 എന്നുള്ള കടം കുറയുമല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യുക, ക്യാഷിൽ നിന്നും 6,000 മൈനസ് ചെയ്യുക, ക്രെഡിറ്റേഴ്സിൽ നിന്നും 6,000 മൈനസ് ചെയ്യുക. അപ്പോൾ 21,000 മൈനസ് 6,000 ആയി. ബാക്കിയുള്ളിടത്ത് 0 ഇടാം. 15,000 നേരെയും 6,000 മൈനസ് ചെയ്യാം. ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ക്യാപിറ്റലും 0. അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ എഫക്റ്റാണ് വരുന്നത്. 6,000 ഇപ്പുറം മൈനസ് ചെയ്ത് 6,000 ക്രെഡിറ്റേഴ്സിൻ്റെ അടുത്തും മൈനസ് ചെയ്ത്. ഇനി 21,000 6,000 മൈനസ് ചെയ്താൽ 15,000 40,000 4,000. 15,000 6,000 മൈനസ് ചെയ്താൽ 9,000 50,000. ഇനി രണ്ട് സൈഡും ബാലൻസ് ചെയ്ത് നോക്കുക. ഒരേപോലെയാണ് വരാം, 59,000. ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഇപ്പോൾ ഒരുപാട് കോളത്തിൻ്റെ അടുത്ത് ബ്ലാങ്കായി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ബ്ലാങ്കായി കിടക്കുന്നിടത്തെല്ലാം എന്ത് ചെയ്യുക, 0 ഇട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ ബ്ലാങ്കായി കിടക്കുന്നിടത്ത് 0 ഇട്ട് ഫില്ല് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അപ്പോൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമുക്കിതിൻ്റെ ബാലൻസ് ഒന്ന് അപ്പുറത്തെ പേജിലേക്ക് മാറ്റി എഴുതാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പെയ്ഡ് റെൻറ്റ് ₹1,400. അപ്പോൾ പെയ്ഡ് റെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെൻസസ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു എക്സ്പെൻസസ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ 1,400 രൂപ വാടക കൊടുക്കുന്നു. 1,400 രൂപ വാടക കൊടുക്കുമ്പോൾ ക്യാഷിൽ നിന്നും ക്യാപിറ്റലിൽ നിന്നും 1,400 രൂപ ലെസ് ചെയ്യുക. അപ്പോൾ ട്രാൻസാക്ഷനിൽ 6 എന്ന നമ്പർ കൊടുത്ത് ക്യാഷിലും ക്യാപിറ്റലിലും 1,400 കൊടുക്കുക. 1,400 മൈനസ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി ഓർക്കുക, റെൻറ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് പൈസ പോവുകയാണ്, അതുകൊണ്ടാണ് ക്യാഷിലും ക്യാപിറ്റലിലും മൈനസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷിൽ 1,400 മൈനസ് ചെയ്യുക, സ്റ്റോക്കിൽ 0, ഫർണിച്ചർ 0, ക്രെഡിറ്റേഴ്സ് 0, ക്യാപിറ്റലിൽ 1,400 രൂപ മൈനസ് ചെയ്യുക. അതിനുശേഷം ബാലൻസ് ചെയ്യുക. 15,000-ൽ നിന്ന് 1,400 മൈനസ് ചെയ്താൽ 13,600. ബാക്കിയുള്ളത് എഫക്റ്റ് ചെയ്യാത്തതുകൊണ്ട് അതുപോലെ നോക്കി എഴുതാം. 40,000 4,000 9,000 അതുപോലെ തന്നെ 48,600. അടുത്തത് റിസീവ്ഡ് കമ്മീഷൻ ₹2,000. അപ്പോൾ കമ്മീഷൻ റിസീവ്ഡ് എന്ന് വെച്ചാൽ ഒരു ഇൻകമാണ്. 2,000 രൂപ ഇൻകം വന്നു. അതുകൊണ്ട് തന്നെ അത് ക്യാഷിലും ക്യാപിറ്റലിലുമാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതായത് 2,000 രൂപ ക്യാഷ് കൂടി, അതുപോലെ തന്നെ 2,000 രൂപ ക്യാപിറ്റലും കൂടി. അപ്പോൾ അതുകൊണ്ട് ട്രാൻസാക്ഷൻ 7 എന്നെഴുതി ക്യാഷിലും 2,000 പ്ലസ് ചെയ്യുക, അതുപോലെ തന്നെ ക്യാപിറ്റലും 2,000 പ്ലസ് ചെയ്യുക. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ 0 ഇടാം. അപ്പോൾ 13,000
13,600 പ്ലസ് 2,000 15,600, അതുപോലെ 40,000 4,000 9,000 50,600. ഇത്രയാണ് ബാലൻസ് ആയിട്ട് വരിക. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഫർദർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ₹10,000, അതായത് വീണ്ടും 10,000 രൂപ ക്യാപിറ്റലായി കൊണ്ടുവന്നു. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത ഫസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ക്യാഷിലും 10,000 ആഡ് ചെയ്യുക, ക്യാപിറ്റലിലും 10,000 ആഡ് ചെയ്യുക. രണ്ട് സൈഡും 10,000 ആഡ് ചെയ്യുക. അപ്പോൾ 15,600ൻ്റെ കൂടെ 10,000 ആഡ് ചെയ്താൽ 25,600. ബാക്കിയൊക്കെ ഇറക്കി എഴുതുക. 40,000 4,000 9,000. ഇനി 50,600 പ്ലസ് 10,000 60,600. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹7,000 ഓൺ ക്രെഡിറ്റ് ഫോർ ₹8,500. ഇത് ശരിക്കും നോക്കാം. 7,000 രൂപ വില വരുന്ന സാധനം 8,500 രൂപക്ക് കടത്തിന് വിറ്റു. അതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ സ്റ്റോക്കിൽ നിന്ന് നിങ്ങൾ 7,000 രൂപ കുറക്കണം. അതുപോലെ 8,500 രൂപ ഡെബ്റ്റർ എന്ന കോളം പ്രൊവൈഡ് ചെയ്ത് കാണിക്കണം. കാരണം നമുക്ക് 8,500 രൂപയാണ് കിട്ടാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം 1,500 രൂപ ലാഭമാണെന്ന്, പ്രോഫിറ്റാണെന്ന്. അത് ക്യാപിറ്റലിൽ കാണിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ 3 കോളത്തിന് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് 7,000 രൂപയുടെ സ്റ്റോക്ക് കുറയുന്നതായിട്ട് കാണിക്കണം. അതുപോലെ തന്നെ ഒരു ഡെബ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു അസറ്റ് വരുന്നുണ്ട്. അതായത് 8,500 രൂപക്കുള്ള സാധനം കടത്തിന് വിൽക്കുന്നത് കൊണ്ട് നമുക്ക് പൈസ തരാനായി. അപ്പോൾ പൈസ തരാനുള്ള ആൾക്കാരെ നമ്മൾ ഡെബ്റ്റേഴ്സ് എന്നാണ് വിളിക്കുക. അതുകൊണ്ട് ഡെബ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു കോളത്തിൽ ഇഫക്റ്റ് വന്നു. അതുപോലെ തന്നെ 1,500 രൂപ ലാഭം വരുന്നുണ്ട്. അതുകൊണ്ട് 1,500 രൂപ നമ്മൾ ക്യാപിറ്റലും കാണിക്കണം. അപ്പോൾ 7,000 സ്റ്റോക്കിൽ നിന്ന് മൈനസ് ചെയ്യുക. അതുപോലെ തന്നെ 8,500 ഡെബ്റ്റേഴ്സ് എന്നുള്ളൊരു കോളം പ്രൊവൈഡ് ചെയ്ത് അവിടെ കാണിക്കാം. അതുപോലെ തന്നെ 7,000 രൂപേൻ്റെ സാധനം 8,500 രൂപക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം 7,000 രൂപേൻ്റെ സാധനം 8,500 രൂപക്ക് കൊടുക്കുമ്പോൾ 1,500 രൂപ ലാഭമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇൻകംസും ഗെയിനും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോഫിറ്റും വന്നു കഴിഞ്ഞാൽ അത് ക്യാപിറ്റലാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് 1,500 രൂപ ക്യാപിറ്റൽ ആഡ് ചെയ്യണം. ഓക്കെ. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ ഡെബ്റ്റേഴ്സ് കോളങ്ങളെല്ലാം ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ 0 ഇട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് രണ്ട് സൈഡും അതിൻ്റെ ഇഫക്റ്റ് നോക്കാം. അതാ 8,500 രൂപയാണ് ഡെബ്റ്റേഴ്സിൽ വരുന്നത്, 7,000 രൂപയാണ് സ്റ്റോക്കിൽ വരുന്നത്. അപ്പോൾ 8,500 നിന്ന് 7,000 മൈനസ് ചെയ്തതിനാൽ 1,500 രൂപ. അതേ 1,500 രൂപയാണ് ക്യാപിറ്റൽ വരുന്നത്. അപ്പോൾ ഇൻ ഇഫക്റ്റ് രണ്ട് സൈഡും ഒരേപോലെയാണ് വരുന്നത്. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. അപ്പോൾ 25,600 40,000 4,000 8,500 9,000 0 62,100. നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ബാങ്ക് ലോൺ റിസീവ്ഡ് ₹8,000. അപ്പോൾ 8,000 രൂപ ബാങ്ക് ലോണ് എടുത്തു. അപ്പോൾ ബാങ്ക് ലോൺ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ക്യാഷ് വരുന്നു, അതുപോലെ ബാങ്ക് ലോൺ എന്ന ഒരു ലാബിലിറ്റിയും ഉണ്ടാവുന്നു. അതായത് 8,000 രൂപ നമുക്ക് ബാങ്കിലേക്ക് ലോണായിട്ട് കൊടുക്കാനുള്ളതാണ്, അത് ബാധ്യതയാണ്. അപ്പോൾ ഒരു ലാബിലിറ്റി കൂടി അതുപോലെ തന്നെ ഒരു അസറ്റും കൂടി, ക്യാഷ് എന്ന് പറയുന്ന അസറ്റും കൂടി. അതുകൊണ്ട് തന്നെ 8,000 രൂപ ക്യാഷിൽ കൂടുന്നതായിട്ട് കാണിക്കുക. അതുപോലെ തന്നെ ലാബിലിറ്റീസിൽ ലോൺ എന്ന് പറയുന്നൊരു കോളം പ്രൊവൈഡ് ചെയ്യുക, അവിടെ 8,000 കാണിക്കുക. ഓക്കെ. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. 25,600 പ്ലസ് 8,000 33,600 33,000 4,000 8,500 9,000 8,000 62,100. ഇനി നമുക്ക് ബാലൻസ് അടുത്ത പേജിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. വിഡ്രൂ ഫോർ പേഴ്സണൽ യൂസ് ₹1,600. അതായത് ഓണർ അയാളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിൽ നിന്ന് 1,600 രൂപ പിൻവലിച്ചു.
ഇപ്പോൾ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞാലും ഡൊമസ്റ്റിക് യൂസ് എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് ആണ്. അതായത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് എടുത്തതാണ് 1600 രൂപ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പണം പിൻവലിച്ചു കഴിഞ്ഞാൽ അതിനെ ഡ്രോയിങ്സ് എന്നാണ് വിളിക്കുക. അങ്ങനെ ഡ്രോയിങ്സ് വന്നു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ബിസിനസ്സിൽ നിന്ന് 1600 രൂപ പിൻവലിക്കുമ്പോൾ ക്യാഷ് 1600 രൂപ കുറയും. ഓക്കെ, അതുപോലെ തന്നെ ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ക്യാപിറ്റലിൽ നിന്നും 1600 രൂപ മൈനസ് ചെയ്യണം. അപ്പോൾ ക്യാഷും 1600 രൂപ കുറയും, ക്യാപിറ്റലും 1600 രൂപ കുറയും. അപ്പോൾ ട്രാൻസാക്ഷൻ 11 എഴുതാം, ക്യാഷിൽ 1600 രൂപ കുറക്കുക, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ക്യാപിറ്റലിൽ നിന്ന് 1600 മൈനസ് ചെയ്യുക, ബാലൻസ് ചെയ്യുക. അപ്പോൾ 32,000, 33,000, 4,000, 8,500, 9,000, 8,000, 60,500. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അസറ്റ് സൈഡിൻ്റെ ടോട്ടലും ലയബിലിറ്റി സൈഡിൻ്റെ ടോട്ടലും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 32,000, 33,000, 4,000, 8,500 ഇത് വേറെ തന്നെ ടോട്ടൽ ചെയ്യുക. അതുപോലെ 9,000, 8,000, 6,500. ഇപ്പോൾ രണ്ട് സൈഡും ഒരേ എമൗണ്ടാണ് വന്നതെങ്കിൽ ആൻസർ കറക്റ്റാണ്. അപ്പോൾ ഇവിടെ രണ്ടും ഒരേ എമൗണ്ടാണ് വന്നിട്ടുള്ളത്.